എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആയിരുന്നു. ഇന്ന് നമുക്കതിൽ പേജ് നമ്പർ 65 മെന്റൽ മാത്ത് എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടല്ലേ, ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. ഒബ്സർവ് ദ ഫിഗർ ബിലോ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ നമ്പേഴ്സ് ആൻഡ് ദ ലൈൻ ഡ്രോൺ? അതായത് ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ. ഇവിടെ 25,400, 13,000, 1,500, 60,000 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 13,000 നിന്ന് ഒരു ആരോ മാർക്ക്, ഇവിടെ 38,800 കൊടുത്തിട്ടുണ്ട്. 400 നിന്ന് 2 ലൈൻസ് എന്ത് കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിലോട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ 25,000 നിന്നും ഒരു ലൈനും കൊടുത്തിട്ടുണ്ട്. അതിന് അർത്ഥം എന്താ, ഇവിടെ 13 ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു പ്രാവശ്യം. 400 2 തവണ, ദെൻ 25,000 ഒരു തവണ. ഇത്രയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, 38,800 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 3,400 കിട്ടാൻ 1,500 നിന്ന് 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, 400 നിന്നും 1 ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 400 1 ടൈം ആഡ് ചെയ്യുക, ദെൻ 1,500 2 ടൈംസ് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3,400 കിട്ടും. ഓക്കെ അല്ലേ. Numbers in the middle column are added in different ways to get the numbers on the side. 1,500 plus 1,500 plus 400 equal to 3,400. നമ്മളത് പറഞ്ഞതാ. The numbers in the middle can be used as many times as needed to get the desired number. Draw arrows from the middle to the numbers on sides to obtain the desired numbers. 2 examples are given. It is similar to do it mentally. Mentally നമുക്ക് ചെയ്യാമെന്നാ പറയുന്നത് അല്ലേ. നമുക്ക് എത്ര ടൈംസ് വേണമെങ്കിലും ഈ മിഡിലുള്ള നമ്പേഴ്സ് യൂസ് ചെയ്ത് സൈഡിലുള്ള നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അഡീഷൻ മാത്രമേ എന്ത് ചെയ്യാം, അഡീഷൻ മാത്രമേ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റൂ. Can we make 1,000 using the numbers in the middle? Why not? What about 14,000, 15,000, 16,000? Yes, it is possible. Explore how what thousands cannot be made. അതായത് ഈ മിഡിലെ നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് 1,000 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ദെൻ 14,000, 15,000, 16,000 ഇത്രയും നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1,000 ചോദിച്ചിട്ടുള്ളത്. 1,000 കിട്ടണമെങ്കിൽ ഇവിടെ 400 ഉണ്ട് അല്ലേ. 400 ബാക്കിയെല്ലാം 1,000 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ 400 നമ്മളിവിടെ ഒരു 2 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ 400 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, 800 കിട്ടും. എന്നാൽ 400 3 ടൈംസ് എടുത്താലോ 1,200 ആവും അല്ലേ. അപ്പം 400 2 ടൈംസ് എടുത്താൽ 1,000-നേക്കാളും ചെറിയ നമ്പറും 400 3 ടൈംസ് എടുത്താൽ 1,000-നേക്കാളും വലിയ നമ്പറുമാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് 1,000 എന്ന് പറയുന്ന ഒരു എക്സാക്ട് നമ്പർ ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്, 14,000 എന്ന നമ്പർ അല്ലേ. 14,000 നമുക്ക് ഇത് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല 1,000. ദെൻ 14,000 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 400 എന്ന നമ്പറിനെ 35 ടൈംസ് എടുക്കുകയാണ്. അതായത് 400 ഇൻറ്റു 35, 400-നെ 35 ടൈംസ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ 4ഉം 35ഉം തമ്മിൽ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 35 ഇൻറ്റു 4, ഇവിടെ എന്ത് വരും, 0 2 ബാലൻസ്, ഇവിടെ എന്ത് വരും 40. ഞാൻ 2 0യും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 14,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലെ 400 35 ടൈംസ് എടുത്താൽ നമുക്ക് 14,000 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ 15,000 എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഇത് യൂസ് ചെയ്ത്. അതിന് ഇവിടെ 1,500 ഉണ്ടല്ലേ. അപ്പോൾ 1,500-നോടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 15,000 കിട്ടില്ലേ. അപ്പോൾ 1,500 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 15,000 കിട്ടും. ഓക്കെ. അപ്പോൾ ആ നമ്പർ നമുക്ക് ഈ നമ്പേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ 16,000 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 16,000 കിട്ടണമെങ്കിൽ നമുക്കിവിടെ 13,000 ഉണ്ട്. 13,000 16,000 ആവാൻ ഒരു 3,000-ന്റെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3,000 കിട്ടാൻ ഈ 1,500 2 ടൈംസ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 13,000 പ്ലസ് ഈ 1,500-നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1,500 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ എന്ത് വരും, 3,000. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് 14,000, 15,000, 16,000 ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 1,000 ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ. ദെൻ ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ്. Here, using the numbers in the boxes, we are allowed to use both addition and subtraction to get required numbers. An example is shown. അതായത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ 39,800 കിട്ടാൻ ആദ്യം എന്ത് ചെയ്തു, ഇതിൽ നിന്ന് 40,000 എടുത്തു, ദെൻ ഒരു 800 സബ്ട്രാക്ട് ചെയ്തു, വീണ്ടും 300 2 തവണ ആഡ് ചെയ്തു. അപ്പോൾ
39,800 കിട്ടി. അതുപോലെ 45,000 കിട്ടാൻ നമ്മൾ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് എടുക്കും, അതൊക്കെ ഏതെങ്കിലും നമ്പേഴ്സ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ 12,000 എന്ന് പറയുന്ന നമ്പറിന് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 12,000 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ആഡ് ചെയ്യാം. എത്ര ടൈംസ് ആഡ് ചെയ്യാം? ഒരു 4 ടൈംസ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 12,000 എന്ന് പറയുന്ന നമ്പർ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താണ് 12,000 × 4 ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 12,000 4 ടൈംസ് ആഡ് ചെയ്യാം. ഓക്കെ, 12,000 4 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് 12,000 4 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 48,000 എന്ന് വരും അല്ലേ? 48,000. നമുക്കിവിടെ 45,000 മതി. അപ്പോൾ ഒരു 3,000 ഇനി സബ്ട്രാക്ട് ചെയ്യണം. 3,000 സബ്ട്രാക്ട് ചെയ്യാൻ ഇവിടെ ഒരു 1,500 ഉണ്ടല്ലോ, അതിന് 2 തവണ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ -1,500, വീണ്ടും ഒരു -1,500 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 45,000 കിട്ടും. ദെൻ 5,900 കിട്ടാൻ ഇവിടെ 7,000 ഉണ്ട്. അപ്പോൾ ആ 7,000 ചൂസ് ചെയ്യുക. 7,000 5,900-നേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി അത് ചെറുതാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 800 ഉണ്ടല്ലേ, ആ 800 ആദ്യം സബ്ട്രാക്ട് ചെയ്യുക. -800. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരും? 6,200 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് ഒരു 300 കൂടെ സബ്ട്രാക്ട് ചെയ്ത്, അതായത് ഇവിടെ ഒരു 300 ഉണ്ട്, ഈ 300 കൂടെ സബ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ആൻസർ 5,900 എന്നിട്ട് കൂട്ടുകാരൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ദെൻ 17,500 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ 17,000 ആണ്. അപ്പോൾ നമുക്കിവിടെ 12,000 ഉണ്ട്, 7,000 ഉണ്ട്. അപ്പോൾ 12,000-ഉം 7,000-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 19,000 കിട്ടും. നമുക്കൊന്ന് എഴുതാം, 12,000 + 7,000. ഓക്കെ, അപ്പോൾ നമുക്ക് 19,000 കിട്ടും. ഇനി ഇതിനെ 19,000-ൽ നിന്നും ഇവിടെ 17,000-ലോട്ട് കൊണ്ടുവരണം. 17,500-ലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ഇനി ഒരു 1,500 കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതിയാവില്ലേ? അപ്പോൾ 1,500 കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 17,500 എന്ന് കിട്ടും. ഓക്കെ, ദെൻ 21,400. 21,400 കിട്ടാൻ നമുക്കിവിടെ 12,000 2 തവണ ആഡ് ചെയ്ത് നോക്കാം. 12,000 2 തവണ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24,000 എന്ന് കിട്ടും. അപ്പോൾ 24,000 എന്ന് പറയുന്നത് 21,400-നേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 1,500 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 0, 0, 5, 2, 2 എന്ന് വരും. 22,500 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒരു 800-ഉം 300-ഉം ഉണ്ട്, അത് നമ്പേഴ്സ് കൂടെ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇനി ഇതിൽ നിന്ന് ഒരു 800 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0, 0, 15 - 8 എന്ന് പറയുന്നത് എത്രയാണ്? 7. ദെൻ ഇവിടെ 1, ഇവിടെ 2. അപ്പോൾ 21,700 ആയി. നമുക്ക് 400 ആണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു 300 കൂടെ സബ്ട്രാക്ട് ചെയ്യും. 300 കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0, 0, 4, 1, 2. 21,400 ആയല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം 12,000 2 തവണ ആഡ് ചെയ്തു. അപ്പോൾ 12,000 + 12,000. ദെൻ അടുത്ത എന്താ? ഇവിടെ നിന്ന് ഒരു -800 ചെയ്തു. അപ്പോൾ അത് ചെയ്യുക. ആദ്യം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു -1,500 ചെയ്തു. -1,500. അത് കഴിഞ്ഞ് ഒരു -800 ചെയ്തു. ദെൻ -800. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? -300 ചെയ്തു. അപ്പോൾ -300. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 21,400 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.